ഈ വേൾഡ് കപ്പ് കാലത്തെ വൈദ്യുതി നിയന്ത്രണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായിരുന്നു. പിന്നെ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചിലയിടങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ തുടരുകയായിരുന്നു. ഇന്നിപ്പോ പ്രഖ്യാപിച്ച് വൈദ്യുതി നിയന്ത്രിക്കാനാണ്. പവർ കട്ടും ലോഡ് ഷെഡിംഗും ഇല്ലാത്ത 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ലോഡ് ഷെഡിംഗും പവർ കട്ടും എന്തെന്നറിയാത്ത പുതുതലമുറയ്ക്ക് അനുഭവഭേദ്യമാകുന്ന കാലമാണ്. പക്ഷെ അതിന് പേര് പീക്ക് ലോഡ് മാനേജ്മെന്റ് ആണെന്ന് മാറ്റിയിട്ടുണ്ട്. കാലാവസ്ഥയുടെ കുഴപ്പത്തിന് സർക്കാരിനെ കുറ്റം പറയരുതെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. നമസ്കാരമുണ്ട്. ഡിബേറ്റ് സ്പേസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകർക്ക് ഇത്തരത്തിലൊരു വാർത്ത ഉടനെ വായിക്കേണ്ടി വരുമെന്ന് ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് അവർ തീർത്തും വിചാരിച്ചു കാണില്ല. അന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF പറഞ്ഞൊരു വലിയ പരസ്യം ഉണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഇരുണ്ട കാലം തിരിച്ചു വരുമെന്ന്. അത്തരം ഒരു ഇരുണ്ട കാലത്തിലേക്ക് കേരളം വീണ്ടും തിരിച്ചു നടക്കുകയാണോ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നുന്നുണ്ടോ എന്നാണ് ചില ഇടതുപക്ഷ നേതാക്കന്മാര് ഇപ്പോൾ ഈ വാർത്ത കേട്ട് ഇടതുപക്ഷ നേതാക്കള് ആക്ഷേപിക്കുന്നതും ആരോപിക്കുന്നതും അത് ശരിവെക്കുന്നതുമാണ് ഇപ്പോൾ നമ്മൾ ഈ സ്മൃതി പരുത്തിക്കാട് വായിച്ച വാർത്ത കേട്ടാൽ തോന്നുന്നത്. അവർ ഒരിക്കലും ഇങ്ങനെ ഒരു വാർത്ത വായിക്കുമെന്ന് അവർ സ്വപ്നം കണ്ടു കാണില്ല. കാരണം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, വലിയ ചേഞ്ചുകൾ കൊണ്ടുവരും, വലിയ വിസ്മയങ്ങൾ തീർക്കുമെന്നൊക്കെ. പക്ഷേ ഇടതുപക്ഷം എന്തു പറഞ്ഞു? അതൊക്കെ ഒന്നൊന്നായി സംഭവിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് ഇപ്പോൾ നമ്മൾ കേട്ട വാർത്ത. പവർ കട്ടില്ലാത്ത 10 വർഷം അതെന്താണെന്ന് അന്ന് ജനിച്ച കുട്ടികൾക്ക്, 10 വയസ്സായ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 15 വയസ്സായ കുട്ടികൾക്ക് എന്താണ് പവർ കട്ട് എന്ന് പോലും അറിയാത്ത ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ പവർ കട്ട് എന്താണെന്ന് പഠിച്ചു തുടങ്ങി എന്നാണ് സ്മൃതി പരുത്തിക്കാട് എന്ന ഈ മാധ്യമ പ്രവർത്തകർ പോലും പറയുന്നത്. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചൊരു മാധ്യമ പ്രവർത്തകയായിരുന്നു ഇവരെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അപ്പൊ അതേ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വാർത്ത വായിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷത്തിലാണത്രേ ഈ ഇടതുപക്ഷത്തെ അണികളും അല്ലെങ്കിൽ അവരുടെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന പ്രവർത്തകരും. നമുക്ക് ഈ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയൊന്നുമില്ലാതെ, പവർ കട്ടില്ലാതെ 10 വർഷം കേരളത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക? അതേപോലെ ഒരു സർക്കാർ തന്നെയാണല്ലോ ഇപ്പോഴും വരുന്നത്. മുന്നണി മാറി, മന്ത്രിസഭ മാറി എന്നേ ഉള്ളൂ. അപ്പോൾ കാഴ്ചപ്പാട് മാറിയതാണോ? അതോ അത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാത്ത വിധം ആ ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു മന്ത്രിസഭയാണോ? എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് ഈ നമ്മുടെ പ്രേക്ഷകർക്കാണ് അതിന് ഉത്തരം പറയാൻ കഴിയാന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അത് പറയണം, എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഒരു സത്യമുണ്ട്, ഈ വർഷം മഴ വളരെ കുറവാണ്. നമ്മുടെ ഡാമുകളിലൊക്കെ തന്നെ 20-30% വെള്ളമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇടുക്കി, ശബരിഗിരി തുടങ്ങിയ പ്രൊജക്റ്റുകളിലൊന്നും തന്നെ വെള്ളമില്ല. നമ്മുടെ മുല്ലപ്പെരിയാറിൽ പോലും 112 അടി വെള്ളമേ ഉള്ളൂ എന്ന് പറയുന്നു. 142 അടി കപ്പാസിറ്റി ഉള്ളിടത്ത് വെറും 112 അടിയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചാൽ അത് ഏതാണ്ട് ഇടവപ്പാതിയും കഴിഞ്ഞ് ജൂലൈ മാസം ഏതാണ്ട് പിന്നിടാൻ പോകുമ്പോഴും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി കേവലം 1 മാസം 1.5 മാസമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മഴ പ്രതീക്ഷിക്കാനുള്ളത്. ആ കാലഘട്ടത്തിൽ വെള്ളത്തിൽ നിന്ന് ഇനി വൈദ്യുതി കാര്യമായിട്ട് കേരളത്തിന് കിട്ടുമോ എന്ന് നമുക്കറിയില്ല. ഒരു മഴക്കാലത്തിന് 4-5 ദിവസം പെരുമഴ പെയ്താൽ പിന്നെ ഒരാഴ്ചയ്ക്ക് 10 ദിവസത്തേക്ക് മഴയില്ല എന്ന് പറയുന്നു. ഇനി വരാനിരിക്കുന്ന എൽനിദോ എന്തോ ഒരു പ്രതിഭാസമാണത്രേ. അത് വലിയ കൊടും വരൾച്ചയിലേക്ക് ഈ ലോകത്തിൽ പലയിടത്തും എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ ദുരിതമായിരിക്കും. നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താം, ആ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിലാണ് ഒരു സർക്കാർ വിജയിക്കേണ്ടത്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതിവിദഗ്ധമായി അതിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഈ പവർ കട്ടൊന്നുമില്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് കറണ്ടൊക്കെ നന്നായി നൽകിയിട്ട് അവർ ആ 10 വർഷം കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ടായിരുന്നിരിക്കണം അവർ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ആക്ഷേപം ഉന്നയിച്ചത്. UDF വന്നാൽ വീണ്ടും ഇരുണ്ട കാലത്തിലേക്ക് പോകേണ്ടി വരുമെന്ന്. അത് യഥാർത്ഥത്തിൽ ഈ കറണ്ടില്ലാത്ത ഇരുണ്ട കാലമായിരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. വല്ല കരിനാക്ക് വെച്ച പോലെയായി പോയി. ഇന്നത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ പവർ കട്ട് ഏർപ്പെടുത്താൻ പോണു, തുടരും ഈ നിയന്ത്രണം എന്നെല്ലാം നമ്മുടെ വൈദ്യുതി മന്ത്രി തന്നെ വന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് വിശ്വസിച്ചല്ലേ പറ്റും. വൈദ്യുതിയുടെ കാര്യത്തിൽ ലഭ്യത കുറവുണ്ട്, കാരണം മഴ കുറവാണ്. നമ്മളെ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊടിയ ചൂടിന്റെ സമയത്ത് നമ്മൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടുണ്ട്. ആ വൈദ്യുതി നമുക്ക് കൃത്യമായിട്ട് തിരികെ കൊടുക്കണം. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ പോരായ്മ പരിഹരിക്കാൻ കൂടുതൽ വില നൽകി നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതി ഇപ്പം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാങ്ങി ഫുട്ബോൾ സമയത്തും രാത്രിയിലെ പീക്ക്
ടൈമിലും വൈദ്യുതി സപ്ലൈ ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. എന്ത് പരിഹാരമാണ് നമ്മുടെ സർക്കാരിന് മുന്നോട്ട് വെക്കാനുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിസന്ധി വന്നു കഴിഞ്ഞു, അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മഴയില്ല, അല്ലെങ്കിൽ മഴയെ നമുക്ക് കാലാവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുത്താനൊന്നും നമുക്ക് മനുഷ്യന് സാധ്യമല്ല. അതിനൊക്കെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പുറമേ നിന്നൊന്നും വൈദ്യുതി കിട്ടാനില്ലെന്ന് പറയുന്നു. വേനൽക്കാലത്ത് വാങ്ങിയ വൈദ്യുതിയൊക്കെ ഇപ്പോൾ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് നമ്മുടെ മന്ത്രി പറയുന്നത്. ഇത് ആരോട് പറഞ്ഞിട്ട്? ജനങ്ങളോട് പറഞ്ഞിട്ട് ജനങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഭരണതലത്തിലെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തീരുമാനത്തിന് വിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ മേൽ കരിനിഴൽ വീഴ്ത്തിയ ഈ സംഭവം. ഭരണമേറ്റ് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു കരിനിഴൽ വീണാൽ ഇരുണ്ട കാലത്തിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. എന്ന് മാത്രമല്ല, വലിയ പൂക്കിത്തരവും വലിയ വാചകടിച്ചോ എന്തെങ്കിലും കോഷ്ടികൾ കാണിച്ചൊന്നും നമുക്ക് മുന്നോട്ട് കുറേ കാലം പോകാൻ പറ്റില്ലല്ലോ. അത് കുറച്ചു കാലം എല്ലാം കാണും, ആസ്വദിക്കും എന്നൊക്കെ ശരിയാണ്. കുറച്ചു കാലം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വെച്ചായിരിക്കും, അവരുടെ ജീവിത ചെലവുകൾ നോക്കിയായിരിക്കും, അവൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ് ജീവിതം ദുസ്സഹമാകുമ്പോൾ ഇന്ന് കൂടെ നിന്ന ജനങ്ങൾ പിന്തിരിയാൻ ഒരു സെക്കൻഡ് വേണ്ടി വരില്ല എന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്.